നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്നുള്ളതാണ് വചനം പറയുന്നത്. മറക്കാതിരിക്കുക, ദൈവം എല്ലാം കാണുന്നു. അവസാനം ഒരു വിധി ഉണ്ടാകും എന്ന് മറക്കാതിരിക്കുക. മനുഷ്യരുടെ മുമ്പിലൊക്കെ നമുക്ക് പറ്റിച്ചും വെട്ടിച്ചും അതുപോലെ അവരെ ചതിച്ചും വേദനിപ്പിച്ചും ഒക്കെ നടക്കാം, അല്ലെങ്കിൽ പൗഡറൊക്കെ ഇട്ടൊക്കെ നടക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ കർത്താവ് ഒരിക്കലും നമ്മളെ വിധിക്കും. ആരും അറിഞ്ഞില്ല എങ്കിലും, ആരും ശ്രദ്ധിച്ചില്ല എന്ന് മനുഷ്യർ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴെങ്കിലും എല്ലാം കാണുന്നു. നീ മുറിയിലിരുന്ന് ചെയ്യുന്നതും അതുപോലെ പുറത്തിരുന്ന് ചെയ്യുന്നതും അതുപോലെ നിന്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങൾക്കും ഒരു വിധിയുണ്ട്. ആ വിധി കർത്താവ് വിധിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നന്മകൾ ചെയ്യുന്നതായിട്ട് മാറട്ടെ എന്നുള്ളതാണ്. മറ്റുള്ളവർ മനുഷ്യർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ മനുഷ്യർ നമ്മളെ കൈയടിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചിന്തയുണ്ടാകേണ്ടത്. അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. മനുഷ്യർ ഇന്ന് നല്ലത് പറയും, നാളെ നമ്മളെക്കുറിച്ച് കുറ്റം പറയും. അതങ്ങനെയാണ്, മനുഷ്യരുടെ അങ്ങനെയാണ്. അവർക്ക് കിട്ടുന്ന സാഹചര്യം അനുസരിച്ചാണ് അവർ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം അങ്ങനെയല്ല. ആ മനുഷ്യനെ മനുഷ്യനായിട്ടാണ് വിധിയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ വിധി എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ തന്നെ വിലയിരുത്തണം. ഓരോ ദിവസം വിലയിരുത്തി മുന്നോട്ട് പോകാൻ, ആത്മപരിശോധന ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ.